ഹായ് ഫ്രണ്ട്സ്. അപ്പൊ സാധാരണ നമ്മൾ ഒരു നോർമൽ ഗെറ്റ് റെഡിയാണ് എന്റെ ഇതുവരെയുള്ള വീഡിയോസിലേക്ക്. അപ്പൊ ഞാൻ ഇന്നൊന്ന് കാര്യമായിട്ടൊന്ന് ഒരുങ്ങാന്ന് വിചാരിച്ചു. അപ്പൊ ആ ഗെറ്റ് റെഡിയാണ് നമ്മളൊന്ന് എടുക്കാം. അപ്പൊ ഫസ്റ്റ് ഞാൻ മോയ്സ്ചറൈസർ, നമ്മുടെ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. മോയ്സ്ചറൈസറും സൺസ്ക്രീം ഒക്കെ ഇട്ടുണ്ട് കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ഇടാൻ പോണത് ഇതാണ്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻസൈറ്റിന്റെ കളർ കറക്റ്റർ, ഈ അണ്ടർ ഡാർക്ക്നെസ് ഒക്കെ നമുക്കൊന്ന് ഇതാക്കാനായിട്ട് ഞാൻ മുമ്പിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടാ. ഇത് നല്ല കളർ കറക്റ്റർ. എനിക്കിപ്പോ കുറഞ്ഞിട്ടുണ്ട് കുറെയൊക്കെ, എന്നാലും നമുക്ക് ഉള്ള കുറച്ച് ഇങ്ങനെ ഡോട്ട് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ഈ ഒരു ഷെയ്ഡും കൂടി എടുത്തിട്ട് ഇങ്ങനെ ഇതിന്റെ ഗ്യാപ്പിൽ ഇട്ട് കൊടുക്കും. ഇങ്ങനെ ഇതാക്കും ട്ടാ. ഇങ്ങനെ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഇതാക്കി കൊടുക്കാൻ നമ്മൾ. നെക്സ്റ്റ് ഐ ഷാഡോ ആട്ടാ. എന്റെ ഉള്ളത് സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ഐ ഷാഡോ പാലറ്റ് ആട്ടാ. സാധനം നല്ല നൈസ് സാധനം ആട്ടോ. പക്ഷെ എന്റെ കയ്യിൽ ഇരിക്കൊണ്ട് ഇത് പൊട്ടി താഴെ വീണിട്ട് ഇങ്ങനെയൊക്കെ ആയി. ഇതിലില്ലേ ഈ ഒരു ഷെയ്ഡ് കണ്ട ഇത് ഭയങ്കര നൈസ് ഷെയ്ഡ് ആട്ടാ. ഇതിന് ഇത്തിരി ഗ്ലിറ്റർ ആണ്, ഒരു റെഡ് ഗ്ലിറ്റർ. ഞാൻ ഇപ്പൊ വേണ്ടത് ഇത്തിരി ട്രഡീഷണൽ അങ്ങനത്തെ ലുക്കാ. അപ്പൊ അതിന് ഇത്തിരി ഇങ്ങനത്തെ ഗ്ലിറ്റർ ഒക്കെ ഉള്ള ടൈപ്പ് ആണ് നല്ലത്. ഈ കളർ നെക്സ്റ്റ് ഐലാൻഡർ ആട്ടോ. ഐബ്രോ ഉണ്ട്, അത് ഒരുത്തി കൊണ്ടുപോയേക്കാം. കണ്ണന് വരികയുണ്ട്, അപ്പൊ ആ കണ്ണൻ കൊണ്ടുപോയൊക്കെയാണ്. അതുകൊണ്ട് ഞാൻ ഇത് നോർമൽ ഡാസ്ലറിന്റെ ആട്ടാ. എനിക്കില്ലേ ബാക്കിയൊക്കെ ഭയങ്കര പൈസക്ക് ഭയങ്കര നഷ്ടം പോലെ തോന്നും. ഐലൈനർ ഇതെനിക്ക് ഭയങ്കര ലാഭം പോലെ. അപ്പൊ ഞാൻ ഇത് കണ്ണാടി നോക്കി എഴുതിയിട്ട് വരാം. ഞാനില്ലേ ഒരു കൊല്ലം എന്തോ അതിന്റെ കണ്ണിങ്ങനെ താഴെ എഴുതിയിട്ട് പണ്ട് സ്കൂളിൽ പോകുമ്പോ ഈ മുകളിൽ എഴുതും താഴെയും കട്ടിക്ക് എഴുതും. വെച്ചാൽ ഞാനൊക്കെ സ്കൂളിൽ പോകുന്ന ടൈം വെച്ചാൽ ഈ കണ്ണെഴുതൽ അങ്ങോട്ട് ഇങ്ങോട്ട് കത്തി നിൽക്കുന്ന ടൈമാ. ഞാനാണെങ്കിൽ കോൺവെന്റിലും, എന്നിട്ട് കണ്ണെഴുതാൻ പറ്റൂല, എന്നാ പറ്റണ ദിവസട്ട് ഇങ്ങനെ മര്യാദക്ക് എഴുതി പോവുകയും ചെയ്യും. അങ്ങനെ അന്നൊക്കെ കട്ടിക്ക് എഴുതിയിരുന്നു. എന്നിട്ട് ഇപ്പൊ എനിക്ക് അയ്യേ എന്ത് ബോറാന്നൊക്കെ തോന്നിയിട്ട് ഞാൻ ആ പരിപാടിയൊക്കെ നിർത്തിയേക്കായിരുന്നു. ഇന്ന് അങ്ങനെ കട്ടിക്ക് എഴുതിയിട്ടില്ല. ഞാൻ ജസ്റ്റ് നമ്മുടെ ഇതിൽ ഇപ്പൊ ഇങ്ങനെ ഒരു ഫാഷനിൽ ഇങ്ങനെ ഈ രണ്ട് സൈഡും വാലിട്ടിട്ട് ഇവിടെ ഇങ്ങനെ നമ്മൾ രണ്ട് കണ്ണ് എഴുതണം. ആ ഒരു ഇതിലങ്ങനെ എഴുതിയതാ. പക്ഷെ എനിക്ക് ഇനി കുഴപ്പമൊന്നും തോന്നില്ല. കണ്ണം പറഞ്ഞ നാഗന്യകളുടെ ലുക്കൊക്കെ ഉണ്ടെന്ന്. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് നോക്കാലോ. എന്നാലും എഴുതിയേക്കണ കോളായിട്ടില്ല. അതിൽ എനിക്ക് എന്തോ ഒരു സന്തോഷമുണ്ട്. അല്ല, എഴുതിയേക്കണ എന്തോ മെനക്ക് വന്നിട്ടുണ്ട് എന്റെ കണ്ണ്. എന്റെ ഓൾറെഡി ഇത്തിരി വലിയ കണ്ണ, അതാന്ന് തോന്നുന്നു എനിക്ക് വാലിട്ട് എഴുതുമ്പോ ഇത്തിരി. പക്ഷെ വാലക്കിട്ട് എഴുതാൻ നമ്മൾ ഇത്തിരി ഇതിനാലോ വലിപ്പം തോന്നാൻ വേണ്ടിയാലോ എന്റെ ഓൾറെഡി ഇത്തിരി വലിയ കണ്ണ. പിന്നെ എനിക്ക് എന്റെ ഐബ്രോ പെൻസിൽ കിട്ടി. ഇത് നമ്മുടെ നോർമൽ ഐബ്രോ പെൻസിൽ ആട്ടോ. ഇത് ഞാൻ അങ്ങനെ മുമ്പ് എപ്പോഴോ വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഓൾറെഡി അങ്ങനെ വല്ലാണ്ട് അങ്ങനെ ഐബ്രോ എഴുതില്ല. കാരണം എനിക്കൊരു വില്ലത്തിയുടെ ലുക്കാണ് ഞാൻ അങ്ങനെ ഐബ്രോ ഒക്കെ എഴുതി വരുമ്പോ. അങ്ങനെ എന്തോ ഭയങ്കര ഒരു വില്ലത്തിയായ ഒരു ലുക്കാ ഐബ്രോ എഴുതി വരുമ്പോ. അപ്പൊ ഞാൻ അങ്ങനെ ഓവറാക്കി ഇതാക്കാറില്ല ഐബ്രോ. ജസ്റ്റ് ഇങ്ങനെ തന്നെ ഇങ്ങനെ കുറച്ച് നാളായി, അപ്പൊ ഇങ്ങനെ അധികം ഒന്നും വരില്ല. പക്ഷെ എനിക്ക് അധികം വരണ്ട, എനിക്കതാ വേണ്ടേ. അപ്പൊ ഞാൻ അങ്ങനെ ജസ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കും. ഇവിടെ നിന്ന് ഇങ്ങനെ അത് ചെറുതായിട്ടൊക്കെ വരുള്ളൂ കേട്ടോ. പക്ഷെ എനിക്കത് മതി, അതിൽ ഞാൻ സംതൃപ്തയാണ്. പിന്നെ അടുത്തത് ഇടണ സ്റ്റോക്ക് ക്രീം ആട്ടെ. ഞാൻ തീരെ മറന്നു. അടുത്തിടണ സ്റ്റോക്ക് ക്രീം ആട്ടെ NYBയുടെ. എനിക്ക് ഫൗണ്ടേഷൻ ഇടാന്നും തോന്നണം. എനിക്ക് പോയി ഫൗണ്ടേഷൻ ഒന്നും ഇടാൻ തീരെ ഇഷ്ടമല്ല. എന്താ പക്ഷെ ചില നേരത്തെ എനിക്ക് ഇടാൻ ഭയങ്കര പൂതിയും വരും കേട്ടോ. അപ്പൊ ഞാനിപ്പോ ഇവിടെ മുമ്പ് സ്റ്റോക്ക് ക്രീം ഒക്കെ ഇത്തിരി ഇതും കിട്ടും. സെറ്റപ്പ്. ഇത് നല്ല സ്റ്റോക്ക് ക്രീം ആട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം. ക്രീം മാത്രല്ല കേട്ടോ, ഈ ലാക്മിയുടെ CC ക്രീം ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ഇത് മിക്സ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കണേ. അതിന് ഈ സ്റ്റോക്ക് ക്രീമിന്റെ ഒരു കളർ ചിലപ്പോൾ എടുത്ത് വെക്കും. ഇതൊക്കെ എനിക്കിട്ട് നമ്മൾ ഭയങ്കര ലെയർ ഒന്നും ഉണ്ടാവില്ല. എന്നിട്ട് രണ്ടും കൂടി ഇങ്ങനെ കയ്യിൽ വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫൗണ്ടേഷന്റെ ചെറിയൊരു എഫക്റ്റ് ഒക്കെയാണ്, എന്നാ ഫൗണ്ടേഷൻ അല്ല. അതുപോലെയൊക്കെ നമുക്ക് ബ്രഷ് വെച്ചിട്ടാണെങ്കിൽ ബ്രഷ് വെച്ചിടാം, കൈ വെച്ചിട്ടാണെങ്കിൽ കൈ വെച്ചിടാം. ഇതില്ലേ നിങ്ങൾക്ക് ഒരു ഫംഗ്ഷന് പോകുമ്പോഴൊക്കെ ഇങ്ങനെ ഫൗണ്ടേഷൻ ഇടാൻ താല്പര്യമില്ല എന്നാ, ഇപ്പൊ എനിക്ക് ഫസ്റ്റ് ഉള്ള പ്രശ്നമായിരുന്നു. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അത്യാവശ്യം നല്ല രസമൊക്കെ ഉണ്ടാവും കാണാൻ. നമ്മളവിടെ എത്തുമ്പോഴേക്കും മുഖമൊക്കെ ആകെ ഡള്ളായി പോവും. ഈ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ഇത് വാങ്ങിയിട്ടാൽ മതിയിട്ട്. ഇത് 100 രൂപയുള്ളോ ഈ സ്റ്റോക്ക് ക്രീമിനും 100 സംതിങ്, മറ്റേ CC ക്രീമിനും 100 രൂപയുള്ളോ ചെറിയ പാക്കിന് കേട്ടോ. ചെറിയ പാക്കിന് ആവശ്യം ഉണ്ടാവുള്ളൂ, കുറെ നാൾ നിൽക്കും ഈ സാധനമൊക്കെ. ഇത് കണ്ട ഒരു നല്ലൊരു ഫിനിഷിങ് ലുക്ക് ഉണ്ട് കണ്ട. നല്ല രസമായി സാധനം. പൊട്ട് എനിക്ക് കുറച്ച് കളർ പൊട്ട് വേണമെന്നുണ്ട്. എന്റെ ഉണ്ടായിരുന്നു കേട്ടോ, തീർന്നു. എന്റെ ഇപ്പൊ ഈ ബ്ലാക്കേ ഉള്ളൂ. അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ബ്ലാക്ക് പൊട്ട് തന്നെ ഇടാൻ പറ്റും. കളർ തീർന്നു. ഞാൻ ഒരു ദിവസം കടയിൽ ചോദിച്ചു 30 രൂപ. അപ്പൊ ഞാൻ വാങ്ങിയത് പണ്ട് ഈ 10 രൂപയുടെ ചെപ്പ് കിട്ടില്ല. അത് ഇപ്പോഴും കിട്ടും. ആ കടയിൽ ഉണ്ടായില്ല. അപ്പൊ 30 രൂപ കൊടുത്ത് വാങ്ങാൻ ഒരു മടി. 10 രൂപയ്ക്ക് കിട്ടുമല്ലോ ആ സാധനം നോക്കിട്ട് അപ്പൊ ഞാൻ എടുക്കാണ്ട് വന്നു. പക്ഷെ പൊട്ടിടുമ്പോൾ നമുക്കൊരു പ്രത്യേക ഭംഗി വരും. ബ്ലഷ് എന്റെ ബ്ലഷ് ഇല്ല. അപ്പൊ ഞാൻ യൂസ് ചെയ്യണ ഈ ഒരു ലിപ്സ്റ്റിക് ഇല്ലേ, ഇത് എനിക്ക് ബ്ലഷ് ആക്കിയിടാൻ നല്ല രസമുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഇത്തിരി ഇങ്ങനെ കയ്യിലാക്കിയിട്ട് ലിപ് ബാം അതിടാൻ മറന്നു.
ഇപ്പൊ ഭയങ്കര കാറ്റാ. എന്റെ വീടിന്റെ അവിടെ പറയേ വേണ്ട. കാറ്റെന്ന് വെച്ചാ ഞാനടക്കം പറന്നു. അങ്ങനത്തെ കാറ്റാ. അപ്പം ചുണ്ട്. നെക്സ്റ്റ് ലിപ്സ്റ്റിക്. ഇത് മറ്റേ ഫേസസ് കാനഡ. ഞാൻ നേരത്തെ എടുത്തില്ല ലിപ്സ്റ്റിക് ആട്ടാ. ഇത് ട്രഡീഷണലിനൊക്കെ ഭയങ്കര അടിപൊളിയാന്ന് തോന്നി. എന്റെ മോഡേണിന് എന്റെ ഒരു മാമാർത്തത് ലിപ്സ്റ്റിക് ഉണ്ട്. അത് ഞാൻ യൂസ് ചെയ്ത് ട്രഡീഷണലിനാണ് എനിക്ക് പൊതുവെ ചേരാറ്. അതും ഇതില്ലേ ഇങ്ങനെ കുറേ വരും. എനിക്ക് കുറേ ഇടുമ്പോ ഇടയ്ക്ക് ചേരില്ല. എന്നാൽ ഇടയ്ക്ക് ചേരും. എനിക്ക് തോന്നുന്നു ചില ഡ്രസ്സ് മാറ്റുന്നതിനനുസരിച്ചാണ്. ചില ഡ്രസ്സ് ഇതിടുമ്പോ ഭയങ്കര ഭംഗിയാ. എന്നാൽ ചില ഡ്രസ്സ് ഇടുമ്പോ അയ്യോ ഇത്തിരി കൂടിപ്പോയ പോലെ. അപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ ഇങ്ങനെ മിക്കവാറും ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഇതാക്കി ലൈറ്റ് ആയിട്ടാട്ടോ ഇടാം. ഈ ലൈറ്റ് ഷെയ്ഡ് എനിക്ക് രസാ. ഇത് ഡാർക്ക് ആയി ഇങ്ങനെ ഇടയ്ക്ക്. പക്ഷെ ചിലതിന് ചേരും, ചിലതിന് ചേരാത്ത പോലെ. പിന്നെ എന്റെ ഹെയർ ആട്ടെ. ഹെയർ ഞാൻ തൽക്കാലം ഇങ്ങനെ ഒരു സംഭവമാണ് ചെയ്യണത്. കാരണം ചിലപ്പോ ഇത് മാറും. ഇനി കണ്ണനും കൂടെ വന്നു കഴിഞ്ഞാൽ അവളുടെ ഇതിനനുസരിച്ച് എനിക്ക് ചിലപ്പോൾ മാറ്റേണ്ടി വരും. സോ ഞാൻ ഇപ്പൊ ഇങ്ങനെ ഒരു ലുക്ക് ചെയ്ത് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇങ്ങനെ സിമ്പിൾ ആയിട്ട് കുത്തണം. അപ്പൊ കാണാനൊക്കെ ഒരു രസമുണ്ട്. എനിക്കിഷ്ടായി. രസമുണ്ട്. ഇതല്ലാട്ടോ കോസ്റ്റ്യൂം. ഇതിന്റെ മുകളിൽ ഒരു സാരി ഉണ്ട്. സാരി ഉടുക്കണം. അപ്പൊ സാരി എടുത്തിട്ട് ഞാൻ ഫുൾ ലുക്ക് കാണിച്ചു തരാം കേട്ടോ. അത് ഈ വീഡിയോയിൽ ആഡ് ചെയ്യണില്ല. ഞാൻ ഫുൾ ലുക്ക് കാണിച്ചു തരാം. അപ്പൊ നമ്മുടെ ലുക്ക് ഇതാണ്. ലുക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും അഭിപ്രായം കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ചാനല്.